കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം എ.ബി. വാജ്പേയി. ഒരേ സമയം വൈദ്യുതചാലകമായും വൈദ്യുതരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപമാണ് ജാക്ക് ടെല്ലർ മെറ്റൽ. കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളതാണ്? നിരണം കവികൾ. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവാനി ലേഖര. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെ? കൃഷ്ണപുരം കൊട്ടാരം. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം പി.സി. കുട്ടിക്കൃഷ്ണൻ. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്താനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആരാണ്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്? ഉത്തരം അയർലൻഡ്. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏതാണ്? ഉത്തരം ഹീലിയം. ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകമാണ് നൈട്രജൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം ക്ലോറിൻ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. വൈക്കം സത്യാഗ്രഹ സമരത്തോടനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലക്. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? തുലാവർഷം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ഉത്തരം ലൂ. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 226. സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 42. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 22 ജൂലൈ 1947. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം സർദാർ K.M. പണിക്കർ. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷനാര്? അരവിന്ദ് പനഗറിയ. ടോക്കിയോ ഒളിമ്പിക്സ് ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? ഉത്തരം നീരജ് ചോപ്ര. 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1985. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? കരൾ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഉത്തരം നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഉത്തരം ജലം. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം തിരുവനന്തപുരം.